ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് 2020 വേദി. ഓപ്ഷൻ എ ഇന്ത്യ. ICCയുടെ 105ാമത് അംഗമാവുന്ന രാജ്യം. ഓപ്ഷൻ എ USA. 2019-2020 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ. ഓപ്ഷൻ സി സൗരാഷ്ട്ര. കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്തത്. ഓപ്ഷൻ ഡി 2019 ഡിസംബർ 31. ഇന്ത്യയുടെ എത്രാമത്തെ റിപ്പബ്ലിക് ദിനാഘോഷമാണ് 2021 നടന്നത്. ഓപ്ഷൻ സി 72. സൈക്കോളജിക്കൽ ലബോറട്ടറിയുടെ സ്ഥാപകൻ. ഓപ്ഷൻ ഡി വില്യം വൂണ്ട്. പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് പരീക്ഷണം നടത്തിയത്. ഓപ്ഷൻ സി നായ്ക്കളിൽ. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം ഏത് രാജ്യത്താണ് ഉടലെടുത്തത്? ഓപ്ഷൻ ബി ജർമ്മനി. മാനസിക വളർച്ചയിൽ രൂപാത്മക ഘട്ടം എന്ന പദം ഉപയോഗിച്ചത്. ഓപ്ഷൻ സി ബ്രൂണർ. ബിഹേവിയറിസം എന്ന മനഃശാസ്ത്ര ശാഖയുടെ ഉപജ്ഞാതാവ്. ഓപ്ഷൻ ബി JB വാട്സൺ. സമൂഹശാസ്ത്ര ബോധനത്തിന് ആനുകാലിക സംഭവങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും പഠിക്കുവാനും ഏറ്റവും അനുയോജ്യമായ ബോധന മാതൃക. ഓപ്ഷൻ ഡി നൈയാമികാന്വേഷണ മാതൃക. 12ാമത്തേത് അധ്യാപകൻ്റെ പാഠാസൂത്രണത്തിനും പ്രവർത്തന പദ്ധതിക്കും മാർഗനിർദ്ദേശം നൽകുന്ന രൂപരേഖ. ഓപ്ഷൻ ഡി റിസോഴ്സ് യൂണിറ്റ്. താങ്ക് യു. ബോധന നൈപുണ്യങ്ങൾ വികസിപ്പിക്കുന്നതിന് അവലംബിക്കുന്ന ഒരു അധ്യാപകൻ്റെ പരിശീലന പരിപാടിയാണ്. ഓപ്ഷൻ സി മൈക്രോ ടീച്ചിങ്. എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദീപത്തിന് മറ്റൊരു ദീപം തെളിയിക്കാനാവൂ എന്ന് പറഞ്ഞത്. ഓപ്ഷൻ ബി രവീന്ദ്രനാഥ ടാഗോർ. അധ്യാപക രക്ഷാകർതൃയുഗത്തിൽ ചില രക്ഷിതാക്കൾ ചില പാഠഭാഗങ്ങൾ തങ്ങളുടെ കുട്ടികൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് പരാതിപ്പെട്ടാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? ഓപ്ഷൻ സി കുട്ടികളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി പരിഹാരബോധനം നടത്തും. വസ്തുനിഷ്ഠ ചോദ്യങ്ങളിൽ ഏറ്റവും മികച്ചത്. ഓപ്ഷൻ സി ബഹുവികൽപ്പ മാതൃക. 1937 ഗാന്ധിജി ആവിഷ്കരിച്ച വാർത്താ പദ്ധതിയോട് സാമ്യതയുള്ള റിപ്പോർട്ട്. ഓപ്ഷൻ ഡി സാർജന്റ് റിപ്പോർട്ട്. ഒരു സമയത്ത് ഒരു നൈപുണ്യം മാത്രം വികസിപ്പിക്കാവുന്ന ബോധന പരിശീലന പരിപാടി. ഓപ്ഷൻ സി സൂക്ഷ്മബോധനം. പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷനിലെ ശാഖീയ കാര്യക്രമം ആരുടെ സംഭാവനയാണ്? ഓപ്ഷൻ എ ക്രൗഡർ. ഒരു ഡയഗ്നോസ്റ്റിക്സ് നടത്തുന്നത്. ഓപ്ഷൻ ബി പരിഹാരബോധനം നടത്താൻ. റഷ്യൻ വിപ്ലവകാലത്ത് റഷ്യ ഭരിച്ചിരുന്ന സർ ചക്രവർത്തി. ഓപ്ഷൻ എ നിക്കോളസ് രണ്ടാമൻ. ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക മനുഷ്യൻ എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റോയ്. സ്വാതന്ത്ര്യ സമരകാലത്ത് ചരിത്രത്തിലെ 1919 ഏപ്രിൽ 13 അരങ്ങേറിയൊരു പ്രധാനപ്പെട്ട സംഭവമാണ്. ഓപ്ഷൻ ബി ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല. പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന സന്ദേശം ഗാന്ധിജി നൽകിയത്. ഓപ്ഷൻ എ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. മതനവീകരണ പ്രസ്ഥാനം രൂപം കൊണ്ടത് എവിടെ? ഓപ്ഷൻ സി ജർമ്മനി. ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭാഗം. ഓപ്ഷൻ ബി നിർദ്ദേശക തത്വങ്ങൾ. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ താൽക്കാലിക ചെയർമാൻ. ഓപ്ഷൻ എ സച്ചിദാനന്ദ സിൻഹ. സൂര്യൻ്റെ ഏറ്റവും ബാഹ്യമായ ആവരണമാണ്. ഓപ്ഷൻ എ കൊറോണ. ദാമോദർ നദീതട പദ്ധതിയുടെ ഗുണഭോക്തൃ സംസ്ഥാനം ഏത്? ഓപ്ഷൻ ഡി ജാർഖണ്ഡ്. ദ്വിമാന ചിത്രങ്ങളെ ത്രിമാന ചിത്രങ്ങളായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഓപ്ഷൻ എ സ്റ്റീരിയോസ്കോപ്പ്. നൈഫ് എന്നിനെ പ്രതിനിധീകരിക്കുന്നു. ഓപ്ഷൻ എ അകക്കാമ്പ്. കക്രപ്രാറ അണുവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ എ ഗുജറാത്ത്. രണ്ടാം പാനിപ്പത്ത് യുദ്ധം നടന്നത്. ഓപ്ഷൻ എ അക്ബറും ഹെമൂൻ തമ്മിൽ. ദില്ലി ചലോ ഏത് സംഘടനയുടെ മുദ്രാവാക്യമാണ്? ഓപ്ഷൻ ഡി ഇന്ത്യൻ നാഷണൽ ആർമി. ലോകത്തെ മുഴുവൻ ദഹിപ്പിക്കാൻ വട്ടം കൂട്ടിയ അഗ്നിയായിരുന്നു ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറഞ്ഞത്. ഓപ്ഷൻ എ HG വെൽസ്.